ബാപ്പു മുസ്ലിയാരുടെ മുന്നിൽ നിൽക്കാനല്ല പേടി, അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് പോന്നാലാണ് പേടി. കാരണം അദ്ദേഹം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വിശ്വാസം തന്നെയാണ് എല്ലാ ഔലിയാക്കന്മാരെ കുറിച്ച് ഇവർക്കുള്ള വിശ്വാസം. അപ്പൊ നമ്മൾ ചോദിച്ചു, യൂസുഫ് നബി കിണറ്റിൽ കിടന്നപ്പോൾ എന്തുകൊണ്ട് യാക്കൂബ് നബി അറിഞ്ഞില്ല? തന്റെ വീട്ടിലേക്ക് വന്ന അതിഥികൾ മലക്കുകളാണ് എന്ന് എന്തുകൊണ്ട് ഇബ്രാഹിം നബിക്ക് അറിഞ്ഞില്ല? അറിയാത്തത് കൊണ്ടല്ലേ കുട്ടനിറക്കാനൊക്കെ തീരുമാനിച്ചത്. അർത്ഥപ്പള പറഞ്ഞത്, ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ല, ഞങ്ങൾ മലക്കുകളാണ്. മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിനെയും ബിശർ എന്ന് പറയുന്ന സഹാബിയെയും ഒരു ജൂതപ്പണ്ട് വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോ ആ ജൂതപ്പണ്ട് ചതിക്കാനാണ് വിളിച്ചത് എന്ന് റസൂലുള്ളാഹി അറിഞ്ഞോ? കൂടെയുള്ള ബിശർ വിഷം കലർത്തിയ ആ മാംസം കഴിച്ചില്ലേ? ഹബീബിന്റെ മുന്നിൽ കടന്ന് മരിച്ചില്ലേ? അതിൽ വിഷം പുരട്ടിയത് എന്തേ റസൂലുള്ളാഹി അറിയാതിരുന്നത്? ഇനി ഇതിനേക്കാൾ നല്ല മനുഷ്യരാനാരടോ ലോകത്ത്? ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ അഷ്റഫുൽ ഖൽഖി എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ നേതാവ്, ആ നേതാവിന് പോലും ജൂതപ്പെണ്ണ് പുരട്ടിയ വിഷമുണ്ടെന്നറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിന്റെ എത്രയോ താഴെ നിൽക്കുന്ന മഹാന്മാർക്കാണോ ഈ അദൃശ്യകാര്യങ്ങൾ അറിയുക എന്ന് വിനയത്തോടുകൂടി ചിന്തിക്കുന്ന ഹൃദയങ്ങളോട് ഞങ്ങൾ ചോദിക്കുകയാണ്. ഉഹദിന്റെ മണ്ണിൽ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ വീണത് എന്തുകൊണ്ടാണ്? ഇവിടെ തൊട്ടു മുമ്പിൽ ഒരു കുഴിയുണ്ട് എന്ന് പോലും ഹബീബായ പ്രവാചകന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അതേ തന്റെ ഭാര്യയായ ആയിഷ ബീവിയെ കുറിച്ച് നാട്ടിലുണ്ടായിരുന്ന അതേ ജൂതന്മാരും മുനാഫിക്കുകളും വ്യഭിചാരാരോപണം മഹാനായ സഫ്വാൻ ബിൻ മുഅത്തലുമായി നടത്തിയപ്പോ ഹബീബായ പ്രവാചകൻ ചോദിച്ചില്ലേ, അതേ ആയിഷ മോളെ വല്ലതും സംഭവിച്ചോ എന്ന് ചോദിക്കുമാർ സംശയിച്ചു പോയത് എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹിക്ക് ജൂതന്മാരുടെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞോ? അദൃശ്യ കാര്യങ്ങൾ അറിഞ്ഞോ? മുസ്ലിയാക്കന്മാരെ, സ്നേഹത്തോടു കൂടി ഈ നാട്ടിലുള്ള ആളുകളെ നിങ്ങളെ ഭക്ഷണം തന്ന് വളർത്തുന്നത്, തക്ബീർ ചൊല്ലി ഇവിടെ കൊണ്ടുവരുന്നത്, നിങ്ങളെ ജീവനേക്കാൾ സ്നേഹിക്കുന്നത് അവരെ നിങ്ങൾ പറ്റിക്കില്ല എന്നുള്ള വിശ്വാസത്തോടെയാണ്. പക്ഷേ അവരെ നിങ്ങൾ ചതിച്ചു. ആദർശത്തിന്റെ വിഷയത്തിൽ ഏറ്റവും ഗൗരവമായ അതേ തൗഹീദിന്റെ ആ കടക്കൽ വരെ ആണിവെച്ച് അതേ കത്തിവെച്ച് ഈ സമൂഹത്തെ നിങ്ങൾ നശിപ്പിച്ചു. ശിർക്കിലേക്കാണ് നിങ്ങൾ വരെ കൊണ്ടുപോയത്. മാത്രമല്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ പള്ളിയായ മദീന പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് മരിച്ചതുപോലും റസൂലുള്ളാഹി അറിഞ്ഞില്ല. സ്ക്രീനിലേക്ക് നോക്കൂ നിങ്ങൾ. മയ്യത്ത് സംസ്കരണ മുറകൾ 67-ാമത്തെ പേജിൽ ഇബ്രാഹിം ഫൈസി പുത്തൂർ എന്ന് പറയുന്ന സഹോദരൻ എഴുതി വെക്കുകയാണ്. എന്ത്? നബിയുടെ കാലത്ത് പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു കറുത്ത സ്ത്രീ അഥവാ ഒരു യുവാവുണ്ടായിരുന്നു. അവൾ മരണമടഞ്ഞ വിവരം നബി അറിഞ്ഞിരുന്നില്ല. അവൻ മരണവാർത്ത നബിയോട് എന്തു പറയാൻ എന്ന നിസ്സാരഭാവത്തിൽ മറ്റുള്ളവർ അറിയിക്കാതിരുന്നതാണ് കാരണം. പറഞ്ഞു വരുന്നത് എന്താണ്? അള്ളാഹിന്റെ റസൂലിന്റെ മദീന പള്ളി അടിച്ചു വാരിയിരുന്ന പെണ്ണ് മരിച്ചത് റസൂലുള്ളാഹി അറിഞ്ഞില്ല. തൊട്ടപ്പുറത്ത് റസൂലുള്ളാഹി ഉണ്ട്. മദീന പള്ളിയുടെ തൊട്ടപ്പുറത്ത് ആയിഷ ബീവിന്റെ വീട് ഒരു ഓലമേഞ്ഞ മറയല്ലാതെ അവിടെ തടസ്സങ്ങളില്ല. എന്നിട്ട് പോലും ആ പെണ്ണ് മരിച്ചത് അഷ്റഫുൽ ഖൽഖ് അറിഞ്ഞില്ല. എന്നിട്ടാണത്രേ സയ്യിദ് മദനി ലോകം കാണുന്നത്. എന്നിട്ടാണത്രേ മഹാനായ ശൈഖ് ജീലാനി ലോകം കാണുന്നത്. ആരോടാ നിങ്ങൾ ഈ പറയുന്നത്? ഈ പറയുന്ന പ്രമാണങ്ങളൊക്കെ മുന്നിലുണ്ടാകുമ്പോ എന്നിട്ട് മഹാനായ മൂസാ നബിയോട് സ്വന്തം ജനത ആ ഒരു വിശ്വാസത്തോടെ ചോദിച്ചത് എവിടെ എന്ന് ചോദിക്കുമ്പോ അതിന് തഫ്സീർ ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുക? ഇനി നിങ്ങൾ നോക്ക് സ്ക്രീനിലേക്ക്. റിസാല വാരിക 1999 മാർച്ച് 5 പേജ് 27 ഇവിടെ വന്ന വഹാബ് മുസ്ലിയാരുടെ വിഭാഗം എഴുതിയ പുസ്തകമാണ്. ആ ലേഖനത്തിൽ നമുക്ക് കാണാം, ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണ്, പ്രവാചകൻ വധിക്കപ്പെട്ടു വന്ന കിംവദന്തി ഉഹദിന്റെ മണ്ണിൽ പരന്നു. അള്ളാഹുവിന്റെ റസൂൽ ഉഹദിന്റെ മണ്ണിൽ ശത്രുക്കൾ കുഴിച്ചു വെച്ച കുഴിയിൽ വീണു. ഇതിൽ പറയാണ്, ആ കുഴിയിൽ വീണ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, സഹാബാ, ഞാൻ മരിച്ചിട്ടില്ല കേട്ടോ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ അവർ കേട്ടില്ല എന്നാണ് ഇതിൽ എഴുതിയത്. ചോദിക്കട്ടെ, സുള്ളിയത്തിന്റെ മണ്ണിലെ ചിന്തിക്കുന്നവരോട്, ഈ നാട്ടിലെ, ഈ ഉമ്മത്തിലെ, ഈ മുസ്ലിം ഉമ്മത്തിലെ ഏറ്റവും നല്ല മെമ്പർമാരല്ലയോ സ്വഹാബാ കിറാം? ഖൈറുൻ നാസി ഖർനി ثم الذين يلونهم ثم الذين يلونهم. ഏറ്റവും നല്ല തലമുറയാണ് സഹാബികൾ. അവരെക്കാൾ വലിയ ഔലിയയാണോ CM മടവൂർ? അവരെക്കാൾ വലിയ ഔലിയയാണോ സയ്യിദ് മദനി? അവരെക്കാൾ വലിയ ഔലിയയാണോ അതേ 800 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞു പോയ ശൈഖ് ജീലാനി? അല്ലല്ലോ. എങ്കിൽ ആ സഹാബികൾ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്റെ വിളി പോലും ഉഹദിന്റെ മണ്ണിൽ വെച്ച് കേട്ടില്ല എന്ന് പറയുമ്പോ അത് നിങ്ങൾ എഴുതി വെച്ചതാ ഞാൻ കാണിച്ചു തന്നത്. അതുകൊണ്ട് അതേ വർഷങ്ങളായി കേരളത്തിന്റെ മണ്ണിൽ, കർണാടകയുടെ മണ്ണിൽ ഞങ്ങൾ ഓതിയിട്ടുണ്ടായിരുന്നു,
മരിച്ചവരെ വിളിച്ചിട്ട് കാര്യമില്ല മോനെ. ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും. അതെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യം, നിങ്ങൾ അവരെ വിളിച്ചാൽ, പണ്ഡിതന്മാർ മുഫസ്സിറുകൾ വിശദീകരിച്ചത്, അവർ എന്ന് പറഞ്ഞാൽ അതിൽ ജിന്നുകൾ പെടും, മലക്കുകൾ പെടും, ശൈത്താന്മാർ പെടും, അമ്പിയാക്കന്മാർ പെടും. നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ആ മഹാന്മാരെ വിളിച്ചാൽ കേൾക്കില്ല, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യില്ല. കേട്ടാൽ തന്നെ എന്നല്ല പ്രയോഗിച്ചത് എന്തിനാണ്? ഉത്തരം ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു പറയാനാണ് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ചെയ്യുന്ന ഇസ്തിഗാസ എന്ന് പറഞ്ഞു നടത്തുന്ന ശിർക്കുണ്ടല്ലോ, നാളെ പരലോകത്ത് അവർ അത് നിഷേധിക്കുമെന്നും അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇപ്പൊ അവരത് പറയുന്നത്? ജാറങ്ങളിലേക്ക് അതിൽ കിടക്കുന്ന മഹാന്മാരോട് തേടുവാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് ഞാൻ ആദ്യം മുതൽ ഇവിടെ സംസാരിച്ചു വന്നപ്പോ, ഇവിടെ ആദ്യം മുതൽ ദുർവ്യാഖ്യാനം ചെയ്ത് സംസാരിച്ച മുസ്ലിയാര് മുതൽ ഈ ദുർവ്യാഖ്യാനങ്ങളൊക്കെ നടത്തുന്നത് ഈ അതേ ജാറ വ്യവസായത്തിലേക്ക് ആളെ കൂട്ടാനാണ്, പണം പെരുപ്പിക്കാനാണ്. സയ്യിദ് മദനിയുടെ മക്ബറയിൽ ചെല്ലേ പണം ഇടുന്ന കിണറാണ്. ഏത് ജാറത്തിൽ ചെന്നോ ഭണ്ഡാരപ്പെട്ടി കാണാം. പക്ഷേ എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന, എല്ലാം സൂക്ഷ്മമായി അറിയുന്ന റബ്ബിനോട് തേടാൻ നിന്റെ ഭാര്യയുടെ പണ്ടം പണയം വെക്കണ്ട, നിന്റെ പോക്കറ്റിലുള്ള പണം ചെലവഴിക്കണ്ട. നിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ ചെന്ന് റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പണം വേണ്ട, ജാറത്തിൽ പോകാൻ പണം വേണം. എന്തിനാണത്? ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ്. ഇതുപോലെയുള്ള മുസ്ലിയാക്കന്മാർ ഈ ആയത്തുകളെയും വചനങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിൽ 64-ാമത്തെ വചനം പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ഇവിടെ വന്ന മുസ്ലിയാർ. മുസ്ലിമീങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അതാ ഹബീബായ തങ്ങൾ വഫാത്തായ ശേഷവും ഹയാത്തിലുള്ള സന്ദർഭങ്ങളിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി ഹബീബായ തങ്ങളോട് റെക്കമെൻഡ് തേടണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. വലവന്നഹും യളമു അൻഫുസഹും ജാഊക. നബിയെ, തെറ്റു ചെയ്ത് അക്രമകാരികളായ അടിയാറുകള് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു. പുറമേ അതേ വസ്തഗ്ഫിറുല്ലാഹ, അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നതോടൊപ്പം വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി റെക്കമെൻഡ് തേടിയാൽ ആ മനുഷ്യന്റെ ദോഷം റബ്ബേ നീ പുറത്തു കൊടുക്കണേ എന്ന് നമുക്ക് വേണ്ടി അല്ലാഹുവിനോട് റെക്കമെൻഡ് തേടിയാൽ ലവജദുല്ലാഹ തവ്വാബുർ റഹീമ, അല്ലാഹു നമ്മുടെ ദോഷം പുറത്തു. ഖുർആനിലെ സൂറത്ത് നിസായിലെ 64-ാമത്തെ വചനം, അല്ലാഹു അല്ലാത്ത അതേ മഹാന്മാരോട്, അമ്പിയാക്കന്മാരോട് ഇസ്തിഗ്ഫാർ തേടാൻ, പാപമോചനം തേടാനുള്ള തെളിവാണ്. അദ്ദേഹം ആരെയാ ഉദ്ധരിച്ചത്? ഇബ്നു കസീറിനെ. അതേ, ശാഫിഈ മദ്ഹബിലെ ഇബ്നു കസീറിനെ. എന്താ ഇബ്നു കസീർ പറഞ്ഞത്? യുർഷിദു തആല അൽ ഉസാത വൽ മുദ്നിബീന ഇദാ വഖഅ മിൻഹുൽ ഖതഅ വൽ ഇസ്യാന അയതു ഇല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു വയസ്അലൂഹു വയസ്തഗ്ഫിറ ലഹും എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു കസീർ വിശദീകരിക്കാൻ, പാപങ്ങൾ ചെയ്തു പോയ പാപികളായ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വരണം. എന്നിട്ട് വല്ല തെറ്റുകളോ വീഴ്ചകളോ സംഭവിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിനോട് അവർ പാപമോചനം തേടണം. എന്നിട്ട് റസൂൽ അവർക്ക് വേണ്ടി പാപമോചനം തേടും. എങ്കിൽ അല്ലാഹുവിനെ കരുണ ചെയ്യുന്നവരായി അവർക്ക് കാണാമെന്നുള്ള ഒരു വിശദീകരണം, അതേ വിശദീകരണം തന്നെയാണ് ഇബ്നു കസീർ കൊടുത്തിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഏത് ആയത്തുകൾക്കും അതിൻ്റെതായ ഒരു സബബുൻ നുസൂൽ ഉണ്ടാകും. ഈ ആയത്തിൽ മരിച്ചുപോയ പ്രവാചകനോട് ഇസ്തിഗ്ഫാർ തേടാനുള്ള തെളിവാണോ? പിന്നെ എന്തിനാ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞത്? എങ്ങനെ? അതേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ. അടിവരയിട്ടോ, ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ. മുഴുവൻ പാപങ്ങളും പുറത്തു തരുന്നവനാണ് അല്ലാഹ്. ആ ഹബീബായ പ്രവാചകനാണ് പാപങ്ങൾ പൊറുക്കാൻ റബ്ബിനോട് മാത്രമേ തേടാവൂ എന്നുള്ള പരസ്യതം, ദുആകളും വഴികളും നമുക്ക് പഠിപ്പിച്ചു തന്നത്. എന്നാൽ ഈ ആയത്തിലെ പരാമർശം എന്താ? മുനാഫിക്കുകളിൽപ്പെട്ട ഒരാളും യഹൂദികളിൽപ്പെട്ട ഒരാളും തമ്മിലൊരു പ്രശ്നമുണ്ടായി. ആ സമയത്ത് ജൂതനായ ആള് പറഞ്ഞു, മുഹമ്മദ് നബിയുടെ അരികിൽ ചെന്നുകൊണ്ട് പ്രശ്നപരിഹാരം തേടാം. മുനാഫിക്ക് പറഞ്ഞു, അത് വേണ്ട, നമുക്ക് ജൂത നേതാവിന്റെ അടുക്കലേക്ക് പോകാം. പക്ഷേ ആ തമ്മിൽ ഭിന്നിപ്പം വഴക്കം വരുമ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനത്തിന് വെക്കാൻ ശ്രമിക്കാതെ താഗൂത്തുകളുടെ അടുക്കലേക്ക് മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു മുനാഫിക്ക് പോയപ്പോ അതിനെ വിമർശിച്ചുകൊണ്ട് അല്ലാഹ് പറഞ്ഞതാണ് അല്ലേ, റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്ന് ആ തമ്മാടിത്തം ചെയ്ത റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് പാപമോചനം തേടണം.
റസൂലാണ് തേടല്ല, റസൂൽ എനിക്കത് പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ റസൂൽ അവർക്ക് വേണ്ടി പാപമോചനം തേടും. ഈ ആയത്തിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് അങ്ങനെയാണ്. ചില പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ തൗബയിലെ വചനമിറങ്ങിയതോടെ ഈ ആയത്ത് മൻസൂഖായി പോയി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇബ്നു കസീറിന്റെ അറിയപ്പെട്ട കൂട്ടുകാരനും അതുപോലെ തന്നെ ഉറ്റ സുഹൃത്തും ഹംബലി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനുമായിരുന്നു ഇമാം ഇബ്നു അബ്ദുൽ ഹാദി റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം ഇവിടെ എഴുതി വെച്ചത്, ഓരോ പാപിക്കും നബിയുടെ ഖബറിന്റെ അടുത്ത് വന്ന് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത് ശരീഅത്തിൽ അനുവദിക്കപ്പെട്ടതിന് തെളിവായിരുന്നു ഈ വചനമെങ്കിൽ ലകാനൽ ഖബറു അഅ്ളമു അയാദിൽ മുദ്നിബീൻ, അതേ ഒരുപാട് തെറ്റ് ചെയ്യുന്ന ആളുകളുടെ പാപമോചനം തേടുന്ന ഒരു ഏരിയയായി റസൂലുള്ളാഹിന്റെ ഖബർ മാറുമായിരുന്നു. എന്നിട്ട് ഈ ആയത്തില് ഇതിന് തെളിവായിട്ട് വഹാബ് പറഞ്ഞതെന്താ? അതെ, ഒരു മഹാനായ ഒരു മനുഷ്യൻ ഖബറിന്റെ അരികിൽ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ വന്ന് ചോദിച്ചു എന്നാണ്. എന്താ ചോദിച്ചത്? നബിയെ, പാപം ചെയ്തു പോയിട്ടുണ്ട്, പൊറുക്കണേ. ഇത് എവിടുന്നാ കിട്ടിയത്? ഏതോ ഒരു ഉത്ബി എന്ന് പറയുന്ന ആള് കിനാവ് കണ്ടതാണ്. ഈ ഉത്തുബിന്റെ മധുഹെന്നപ്പോ ഇവിടെ പറയേണ്ട. എല്ലാ പണ്ഡിതന്മാരും അദ്ദേഹത്തെ കുറിച്ച് വളരെ മോശമായിട്ടാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആ ഉത്തുബി കണ്ട കിനാവാണത്രേ ഈ ആയത്തിന്റെ ബലം നൽകുന്ന തെളിവ് എന്ന് വഹാബ് പറയുമ്പോ ആ സഹോദരനോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലൊക്കെ അള്ളാനെ പേടിയുണ്ടെങ്കിൽ ഈ പണി നിങ്ങൾ ചെയ്യുമായിരുന്നോ? നോക്കൂ നിങ്ങള്, ഇനിയിപ്പോ ഈ ഉത്തുബി എന്ന് പറഞ്ഞ ആള് നബിയൊന്നുമല്ലല്ലോ. ഉത്തുബി കണ്ട സ്വപ്ന ഇസ്ലാം തെളിവാ? പേരോട് പറയട്ടെ. 42 ഇബ്നു കസീർ ഏത് ആശയത്തിൽ നീങ്ങുന്നുണ്ടെങ്കിലും അതിനനുകൂലമായി ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേട്ടല്ലോ. ഏത് ആളുടെ കിനാവിനെയും സ്വപ്നത്തെയും ഇസ്ലാമിൽ ഒരു രേഖയാക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഉത്തുബി കണ്ട സ്വപ്നം എങ്ങനെയാണ് വഹാബേ നമുക്കിത് തെളിവ് പിടിക്കാൻ പറ്റുക? അത് എന്തിനാ തെളിവ് പിടിച്ചത്? ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദ് സ്ഥാപിക്കാൻ, ഇസ്ലാമിന്റെ അടിത്തറയായ ഏകദൈവാരാധനയെ സ്ഥാപിക്കാൻ കൊണ്ടുവന്ന തെളിവൊരു സ്വപ്നക്കഥ. സ്വപ്നം തെളിവല്ല എന്ന് അതേ വഹാബിന്റെ ഉസ്താദ് പറഞ്ഞതാണ് നിങ്ങൾ ശരിക്ക് കേട്ടത്. എന്നിട്ട് വഹാബി ഈ ആയത്തിന് ഇബ്നു കസീർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് കൂടി അടിക്കുന്നുണ്ട്. 41-ാമത്തത് അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കി. ഇബ്നു കസീർ എന്താ പറഞ്ഞത്? ഈ ആയത്തിലൂടെ കുറ്റവാളികൾക്ക് അല്ലാഹു കൊടുക്കുന്ന മെസ്സേജ് മുത്തുനബിയുടെ അടുത്ത് പോകാനാണ്. മുത്തുനബിന്റെ അടുത്ത് പോകുക എന്ന് പറഞ്ഞ ഈ വരിയിൽ ഇബ്നു കസീർ അടയാളപ്പെടുത്തിയത് മുത്തുനബിന്റെ ജാറത്തുങ്ങ പോകുക എന്ന് തന്നെയാണ്. എന്തുകൊണ്ട്? മുത്തുനബിയുടെ ജാറത്തുങ്ങ പോക തന്നെയാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം. ഇന്ന് ഞാൻ ഈ സുല്യത്തുള്ള ബുദ്ധിയുള്ള ആൾക്കാരോട് ചോദിക്കുകയാണ്. കുറെ യുവാക്കളും അതുപോലെ സഹോദരങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനോട് നമ്മളിൽ തെറ്റ് വന്നു പോയാൽ പാപമോചനം തേടാൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ പോകണം എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ തെറ്റിയത് എന്താ ചെയ്യണ്ടേ? ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഓരോ തെറ്റിനും പോണല്ലേ? സൗദി അറേബ്യക്ക് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമായ മതമാണ് വഹാബേ. എന്ത് പൊട്ടത്തരമാണ് ഈ പറയുന്നത്? അള്ളാഹുവിൻ ഈ ആയത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം മുഫസ്സിറുകൾ പറഞ്ഞതെന്താ? ഇനി ആരോട് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ആ ആളുടെ അടുക്കൽ പോയി അയാളോട് ആ തെറ്റിനെ കുറിച്ച് നമ്മളതടാ പൊറുക്കടാ എന്ന് പറഞ്ഞ് അവനെ പൊരുത്തപ്പെടിപ്പിക്കണം, എന്നിട്ട് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. ആ ഉദ്ദേശമാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം. അല്ലാതെ തെറ്റ് ചെയ്തവർക്ക് നബിയുടെ ഖബറിന്റെ അടുക്കലേക്ക് വണ്ടി എടുത്ത് പോകണമെന്നല്ല. അതപ്പോ നടക്കൂപ്പ എല്ലാവർക്കും. എന്നാലേ പാപം പൊറുക്കൂ എങ്കിലേ നമ്മളിൽ എത്ര ആൾക്ക് ഇങ്ങനെ പാപമോചനം തേടാൻ പറ്റും? ഇസ്ലാം എന്ന് പറഞ്ഞ അങ്ങനെയല്ല. ഇതാ ഈ സുല്യത്തിന്റെ മണ്ണിലെ ഇവിടെ നിങ്ങൾക്കുള്ള ഈ പള്ളികളിലെ എവിടെ വെച്ചോ നിങ്ങൾ റബ്ബിനോട് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോ, അള്ളാഹ് അത് കേൾക്കാനും പൊറുക്കാനും റെഡിയാണ്. പിന്നെ എന്തിനാ സെറ്റുകളിലേക്ക് പോകേണ്ട ആവശ്യം? അതാണ് ഹബീബായ പ്രവാചകനും പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്.
പിന്നീട് ഇവിടെ അദ്ദേഹം കാര്യമായിട്ട് കൊണ്ടുവന്ന 23ഓളം മിനിറ്റ് എടുത്ത് അദ്ദേഹം ഇവിടെ സ്ഥാപിച്ച യാതൊരു ഉപകാരവുമില്ലാത്ത 23 മിനിറ്റ് അദ്ദേഹം സ്ഥാപിച്ചൊരു കാര്യമുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുക്കൽ കടക്കാൻ അനുവാദം ചോദിച്ചൊരു കഥ, അതിനെക്കുറിച്ച് അദ്ദേഹം ഒന്ന് പറയണ കേട്ടോക്കി. അതുപോലെ ഇമാം നബവി ഓ തഫ്സീർ ചോദിച്ച മുജാഹിദുകളെ കേട്ടോളൂ. ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുന്നതാ ഒരു സംഭവം പറയാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരോ ആ സംഭവം മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് ജനങ്ങളെ. എന്താണ് സംഭവം? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ വഫാത്തോടടുത്ത സമയം വരുമ്പോൾ അലി റളിയല്ലാഹു തആല അൻഹുവിനെ അവിടുത്തെ ചാരത്തേക്ക് ചേർത്തി വെച്ചിട്ട് പറയാണ്, അലിയാർ തങ്ങളെ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണേ. മുത്തുനബിന്റെ മയ്യത്ത് കുളിപ്പിച്ച കയ്യോണ്ട് തന്നെ എന്റെ മയ്യത്ത് ആ റൗളന്റെ ജാറത്തിന്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ സമ്മതം തേടണം. ആരോട്? റസൂലുള്ളാഹിനോട്. അങ്ങനെ സമ്മതം തേടിയാൽ ആ റൗളന്റെ കവാടം സ്വമേധയാ തുറക്കപ്പെട്ടെങ്കിൽ മാത്രം എന്നെ അകത്ത് കടത്തുക. അതിന്റെ അർത്ഥം എന്നെ അവിടെ മറവ് ചെയ്യുന്നതിൽ മുത്തുനബിക്ക് സമ്മതമുണ്ട് എന്നാണ്. അലി റളിയല്ലാഹു അൻഹു കേട്ടല്ലോ, അദ്ദേഹം 23 മിനിറ്റാണ് ഈ സംഭവത്തെ സ്ഥാപിക്കാൻ അള്ളാഹുവിന്റെ. അതിന് ഒരു ഇസ്തിഹാസയില്ല, അത് വേറെ വിഷയം. അതിൽ യാതൊരു ഇസ്തിഹാസയില്ല. ഇവർക്ക് തെളിവ് പിടിക്കാൻ മാത്രം അതിലൊന്നുമില്ല. എന്നിട്ട് ഇവിടെ വന്ന മുസ്ലിയാര് 23 മിനിറ്റ് എടുത്തിട്ട് പറഞ്ഞ കാര്യം എന്താ? അതേ, സിദ്ദീഖ് റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ കിടക്കാൻ അനുവാദം ചോദിച്ചു. ഈ ഇവിടെ പ്രസംഗിച്ച വഹാബ് ഉണ്ടല്ലോ, ഈ മുസ്ലിയാരുണ്ടല്ലോ, അദ്ദേഹം ഒരു തമാശ രൂപത്തിലൊരു കഥ പറയുന്നുണ്ട്. ഏതോ ഒരാൾ തെങ്ങുമെന്ന് വീണപ്പോ കേട്ട ഉടനെ ആ വീണ ആളുടെ വീട്ടുകാരൊക്കെ ഓടി വന്നു അല്ലേ. കൂടിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു, അച്ഛൻ എന്തെങ്കിലും പറ്റിക്കണ? അപ്പൊ അവിടെ കൂടിക്കുന്ന ആൾക്കാർ പറഞ്ഞു, ഒന്നും പറ്റിയിട്ടില്ല, തല കാണാനല്ല തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 23 മിനിറ്റ് എടുത്തിട്ട് ഇവിടെ ഈ സംഭവം സ്ഥാപിച്ച വഹാബേ, ഇതിന് സനദില്ലടോ, അതിന്റെ തല കാണല്ല. ഇവിടെ താങ്കൾ പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ, അതിന് സനദില്ല. സനദില്ല എന്ന് ഞാൻ പറഞ്ഞതല്ല. അതിന്റെ മുമ്പൊരു കാര്യം ഞാൻ കേൾപ്പിക്കാം. സനദില്ലാത്ത വല്ലതും ദീനിൽ സ്ഥാപിക്കാൻ പറ്റുമോ? ഇവിടെ ഒരു മുടി വിവാദം ഉണ്ടായിരുന്നല്ലോ, മുടി. ആ മുടിയുടെ വിവാദം വന്നപ്പോ ഇവിടെ കുറച്ച് ആൾക്കാർ ഇപ്പൊ സനത് എന്നുള്ള സംഗതിയൊക്കെ പഠിക്കാൻ തുടങ്ങി. അപ്പൊ മുടിയുടെ സനത് ചോദിക്കാൻ തുടങ്ങിയപ്പോ ആ മുടിയുമായി വന്ന കാന്തപുരം മുസ്ലിയാരെ ആ മുടി സത്യമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവിടെ ഒരു മഹാസമ്മേളനത്തിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയണ കേട്ടോക്കി. സനദ് മുത്തസിലായ ഇന്നമദ്ദീൻ ബില്ലസ്നാദ് ഔ ബിൽഇസ്നാദ്, ദീനുൽ ഇസ്ലാം സനദ് കൊണ്ടാണ്. നമ്മളിപ്പോ ഈ സഖാഫികൾക്ക് സനദ് കൊടുക്കുന്നത്, അവർ പഠിച്ചതിലുള്ള സനദ് കൊടുക്കുന്നത് ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയായത് കൊണ്ടാണ്. ധൈര്യമുണ്ടോ വഹാബേ നിനക്ക്? നീ പറഞ്ഞ 23 മിനിറ്റ് എടുത്ത് സംസാരിച്ച ഈ വിഷയത്തിന് ഒരു സനദ് കൊണ്ടുവരാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ കൊണ്ടുവാ. കണ്ടോ, ഇതേ സമസ്തക്കാരും എല്ലാവരും അംഗീകരിക്കുന്ന അതെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത പണ്ഡിതനാണ് ഇബ്നു അസാക്കിർ. സ്ക്രീനിലേക്ക് നിങ്ങൾക്ക് കാണാം. അദ്ദേഹത്തിന്റെ താരീഖ് ദിമഷ്ക് എന്ന് പറയുന്ന, താരീഖ് മദീന ദിമഷ്ക് എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ ഈ സംഭവം കൊണ്ടുവന്ന ഇബ്നു അസാക്കിർ പറയുന്നത് എന്താണ്? ഹാദാ മുൻകറും അതെ വരിവായ, ഇത് മുൻകറായ റിവായത്താണ്. കാരണം ഇതിൽ അബൂ താഹിർ മൂസ ബിൻ മുഹമ്മദ് ബിൻ അത്താഇൽ മഖ്ദസി എന്ന് പറയുന്ന ഒരു അറിയപ്പെടാത്ത ആള് ഇതിന്റെ സനദിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് സനദ് സഹീഹല്ല, ശരിയല്ല. മാത്രമല്ല ഇബ്നു ഹജർ അസ്ഖലാനിയും ഇമാം ജലാലുദ്ദീൻ സുയൂത്തിയും പറഞ്ഞത് ഇതിന്റെ റാവികളെല്ലാം മജ്ഹൂലാണ് എന്നാണ്. നോക്കൂ നിങ്ങൾ സ്ക്രീനിലേക്ക്. സുയൂത്തിയുടെ അൽ ഖസായിസുൽ കുബ്ര എന്ന് പറയുന്ന ഗ്രന്ഥമാണ് കാണുന്നത്. അവിടെ പറയുന്നത് ഇബ്നു അസാക്കിർ അദ്ദേഹം ഇത് റിവായത്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഹാദാ ഹദീസുൻ മുൻകറുൻ വഫി ഇസ്നാദിഹി അബൂ താഹിർ മൂസ ബിൻ മുഹമ്മദ് അബുൽ അത്താഇൽ മഖ്ദസി കദ്ദാബ്. അദ്ദേഹം കദ്ദാബാണ്, ഈ ഹദീസ് കദ്ദാബാണ്, ഇത് റിവായത്ത് ചെയ്ത ഇന്ന വ്യക്തി കദ്ദാബാണ് എന്നാണ്. മാത്രമല്ല നോക്കൂ നിങ്ങള്, ഈ നാട്ടിലെ സമസ്തക്കാരായ ആളുകൾക്ക് അതേ ഹദീസുകളെ കുറിച്ച് ബലാബലം പഠിപ്പിക്കാൻ വേണ്ടി സമസ്തക്കാരുടെ മുഷാവറ അംഗമായ ഇബ്രാഹിം പുത്തൂർ ഫൈസി എഴുതിയ ഒരു പുസ്തകത്തിൽ കാണാം, മുൻകറായ ഹദീസുകൾ കൊണ്ട് അമല് ചെയ്യാമോ? സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അദ്ദേഹം എഴുതി വെച്ചത് എന്താണ്? മുൻകറായ ഹദീസുകൾ അത്
ബലഹീനതയാണ്, അത് തള്ളപ്പെടേണ്ടതാണ്. ഈ തള്ളപ്പെടേണ്ട സനദുള്ള കാര്യമാണോ വഹാബേ 23 മിനിറ്റ് എടുത്ത് ഇവിടെ വന്നുകൊണ്ട് താങ്കൾ ഒരു വിശ്വാസത്തെ സ്ഥാപിക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത്? എങ്കിൽ നിന്നോട് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ്. തെങ്ങുമെന്ന് വീണ ആൾക്ക് തല കാണാനില്ല. ആ തലല്ലാത്ത സാധനമാണത്. ലാ തലവല വാല. അതുകൊണ്ടാണ് പൊയ്ക്കോ. അത് വിശ്വാസികളുടെ വിശ്വാസം സ്ഥാപിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അതിന് സനദ് വേണം, സനദ് വേണം. ഇതിന് സനദില്ല. എന്നിട്ട് 23 മിനിറ്റ് നേരം നമ്മളെ ഫൈസൽ മൗലവിയെ ഉത്തരം മുട്ടിപ്പിച്ച ഫൈസൽ എന്ന് പറഞ്ഞിട്ട് ക്ലിപ്പിട്ടിട്ടാ സംസാരിച്ചത്. അതൊന്നും ഇപ്പൊ ഞാൻ അവിടെ കേൾപ്പിക്കണില്ല, നിങ്ങളൊക്കെ കേട്ടതായിരിക്കും. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അത് വഹാബിന് തന്നെ കഴിയുള്ളൂ. അത് എന്ത് കഴിവ് വേണം? അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. അതെ, അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. ആ ജാതി തൊലിക്കട്ടി ഉണ്ടായാലേ ഇതൊക്കെ ഇവിടെ നടക്കുള്ളൂ. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞെന്താ പറയുക, ഞമ്മക്കടയിൽ ഭയങ്കര പ്രശ്ന, ഭയങ്കര ആശയ പ്രശ്നങ്ങളാണ്, കുഴപ്പങ്ങളാണ് എന്നൊക്കെയാണ് ഇവിടെ വന്ന വഹാബ് പറഞ്ഞിട്ടുള്ളത്. എന്താ വഹാബേ, തൗഹീദിന്റെ വിഷയത്തിൽ ഇപ്പൊ നിങ്ങൾ എത്ര തട്ടില? കറാമത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ഇപ്പൊ എത്ര തട്ടില? അതുപോലെയുള്ള മറ്റു വിഷയങ്ങളിൽ ഇപ്പൊ എത്ര തട്ടില? അല്ലേ? അഹ്സനി പകര അഹ്സൻ ഒരു ഭാഗത്തിന് കറാമത്ത് തള്ളുന്നു, പേരോടാ തള്ളിയതിനെ വീണ്ടും തള്ളുന്നു പുറത്തേക്ക്. അങ്ങനെ തള്ളലും മുന്തലും തള്ളലും ആണ് ഇപ്പൊ നിങ്ങളെ ടീമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പേരോടും പകരയും തമ്മിലുള്ള അടി കണ്ടോളി, ഒക്കെ ഒരേ ടീമാ. കേട്ടോളി. ഇങ്ങനെ കിടക്കുകയാണ്. ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാൻ അശ്രദ്ധയിലായാൽ സൈനികൾ തമ്മിൽ കൂട്ടിയിരിക്കും. സേവനം അശ്രദ്ധയിലായാൽ സംഭവിക്കും. അപ്പൊ ഇവിടെയുള്ള കാറ്റടിക്കുന്നതും ഇവിടെ മഴ വർഷിക്കുന്നതും ഇവിടെയുള്ള പ്ലെയിനുകളും വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയ ഒരു മഹാന്റെ ഒരു റൂഹിന്റെ നിയന്ത്രണത്തിലാണ്. എനിക്ക് അടുത്തൊരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേട്ടു. അതിൽ പറയുന്നത് ശൈഖുന മടവൂരാണ് എല്ലാ പ്ലെയിനുകളും നിയന്ത്രിക്കുന്നത്. മടവൂരിന്റെ കണ്ണങ്ങാണ് ചിമ്മിപ്പോയാൽ പ്ലെയിനുകളൊക്കെ കൂട്ടിമുട്ടിപ്പോകും എന്നാണ് ഒരാൾ പറയും. അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല. ആരും അദ്ദേഹത്തിനോട് അങ്ങനെ പറയാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാൻ പാടില്ല. കാരണം അത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ ചിന്തിക്കും, മഹാനായ സി.എം. അയ്യുള്ളാഹി ജനിക്കുന്നതിന് മുമ്പും ഇവിടെ പ്ലെയിൻ പറക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ പ്ലെയിന് ആരാണ് നിയന്ത്രിച്ചത് എന്നൊരു ചോദ്യം ഒരു യുക്തിവാദിയോ പുത്തൻവാദിയോ ചോദിച്ചാൽ സുന്നത്ത് ജമാഅത്തുകാരനായ ആളുടെ വിശ്വാസത്തിനാണ് കേടുവരിക. അദ്ദേഹം അത്തരത്തിൽ പറയാൻ പാടില്ലായിരുന്നു. കേട്ടല്ലോ? വഹാബ് സക്കാഫിയുടെ വഹാബ് മുസ്ലിയാരുടെ ഒരേ ടീമിൽ ഒരേ വീട്ടിലുള്ള ആൾക്കാരാണ് ഈ അടി കൂടുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാ നമ്മൾ ആദർശത്തിലും ഇതിലും ഒക്കെ രണ്ട് തട്ടിലാണ്. മാത്രല്ല ഈ പകരം വേറെ എവിടെയോ ചെന്നപ്പോ സി.എം. ഒരു ഹോട്ടലിൽ കയറിയപ്പോ അവിടെ പള്ളറച്ച് ചായയും ചോറൊക്കെ കഴിച്ച് പോന്നപ്പോ കടക്കാരൻ ചോദിച്ചു, പൈസ എടുക്കും ചങ്ങായേ, പൈസ എടുക്കേ. പൈസ വെച്ചപ്പോ പൈസ കൊടുത്തില്ല. അപ്പൊ സി.എം. ഒരു ഹോട്ടൽ കത്തട്ടെ എന്ന് പറഞ്ഞ കത്തി. ആ കറാമത്ത് കേൾക്കാത്തവർ ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ലല്ലോ. ആ കറാമത്തിനെ കുറിച്ച് പേരോട് പകരക്കെതിരെ പറഞ്ഞത് എന്താ? അതുകൂടി ഒന്ന് കേട്ടോളി. അങ്ങനെ കറാമത്ത് ഉണ്ടാക്കില്ല, അങ്ങനെ സംഭവം ഉണ്ടാക്കില്ല, ആരോട്ട് കൊന്നിട്ടില്ല, ആരോട്ട് കൊല്ലം ഉണ്ടാക്കില്ല. പക്ഷെ കറാമത്തായിട്ട് ഇങ്ങനെ വിളിച്ചെറിയാൻ എന്തിനിങ്ങനെ കളവ് പറയണം? കളവ് പറയലാണോ ഔലിയാക്കളോട് സ്നേഹം? ഔലിയാക്കൾ ഇഷ്ടപ്പെടൂല, അവരെ അതപകേടാണത്, വലിയ പൂർത്തക്കേട് പറ്റും, ഒരിക്കലും പറയാൻ പാടില്ല. അതുപോലെ ഔലിയാക്കളെ നിന്ദിക്കുന്ന വർത്താനം പറയാൻ പാടില്ല. ഔലിയാക്കളെ നിന്ദിക്കുന്ന വർത്താനാണ്. അവർ എന്താണ് ഒരു പീടിയെ കയറി ചായ കുടിച്ചിട്ട് പൈസ കൊടുക്കാണ്ട് ഇറങ്ങിപ്പോയപ്പോൾ പിന്നെ പീടി അങ്ങ് കത്തിപ്പോയി. ഔലിയാക്കൾ ഇങ്ങനെ എന്ത് ചെയ്യുക, ഓരോരുത്തരുടെ ചായ കുടിക്കുക, പൈസ ഒന്നും കൊടുക്കാണ്ട്, എന്നിട്ട് ഓലങ്ങ് ഇറങ്ങിപ്പോകുമ്പോൾ പൈസക്ക് ചോദിച്ചാൽ ഓല പീടി അങ്ങ് കത്തിച്ച് കളിയാ. ഇങ്ങനത്തെ മോശക്കാരാണ് ഔലിയാക്കൾ എന്നാ ജനങ്ങളോട് പറയേണ്ടത്. അപ്പോ വിവരമില്ലാതെ മതം പറയാൻ പോരുത്, വിവരമില്ലാതെ മതം വളമ്പാൻ പോകരുത്. മനസ്സിലായല്ലോ? ഇതാണ് മുജാഹിദുകളും പറഞ്ഞിട്ടുള്ളേ. നിങ്ങൾ ഈ കള്ളക്കറാമത്തുകൾ നിർത്തി ചങ്ങായിമാരെ. എന്നിട്ട് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ഇസ്ലാം ദിലേക്ക് വരീൻ. അപ്പൊ പേരോടിന് കുറച്ചൊക്കെ മുജാഹിദസ് കയറാൻ തുടങ്ങിക്കണേ. അതുകൊണ്ടാണ് ഈ സി.എം. ഒരു ജനിക്കണിന് മുമ്പ് ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അപ്പൊ ആരാ പൈന പറപ്പിച്ചെന്ന് ചോദിക്കൂലേ? ഇതൊക്കെ നമ്മളൊക്കെ ഇത് കിട്ടിയ പോയന്റാ. അൽഹംദുലില്ലാ, പേരോടും മാറും എന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഇനി മാത്രല്ല, പേരോട് വല്ലാതെ പകരനെ കുത്തിയപ്പോ പകരം പേരോടൊരു കുത്ത്. അത് കേട്ടോളി. അടുത്ത് ഒരു പ്രസംഗത്തിൽ കേട്ടു, സി.എം. വലിയുള്ളാഹി ഏതോ ഒരു ഹോട്ടലിൽ കയറി ആ ഹോട്ടലിൽ കത്തി എന്നൊരു കറാമത്ത് പ്രസംഗിച്ചത് എടുത്തിട്ട് ആ കത്തിയ കാര്യം പറയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഒന്നും അവർ എതിര് ചെയ്യുകയില്ല. അപ്പോൾ കത്തിപ്പോയത് ഒരിക്കലും സി.എം. വലിയുള്ളാഹിയുടെ കറാമത്തോട് അങ്ങനെ കത്തുകയില്ല എന്നാണോ ഉദ്ദേശം? സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു ആശ്ചര്യം തന്നെ. പേരോടിനോടാ പറയണേ, അങ്ങനെ കറാമത്ത് ഉണ്ടാവില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ ഉണ്ടാവുന്ന. ആരാണത്? ഒരേ വീട്ടിൽ അന്തി ഉറങ്ങുന്ന ഒരേ ടീമിലുള്ള പ്രസ്ഥാനത്തിലുള്ള ആളുകൾ. എന്നിട്ട് വഹാബ് ഇവിടെ വന്നിട്ട് പറയണത് അല്ലേ, ഞങ്ങളൊക്കെ വലിയ സംഭവം, നിങ്ങളിപ്പോ ഭയങ്കര പാർട്ടിക്കാരാണ്. ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോ തോന്നുന്നത് കറാമത്തിന്റെ വിഷയത്തിലല്ലേ? എന്നാ തൗഹീദിന്റെ വിഷയത്തിൽ നിങ്ങളെ സക്കാഫിമാർ രണ്ട് തട്ടില്ല.
കേൾക്കണങ്ങൊക്കെ. അതെ, സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മുന്നിൽ, അള്ളാഹു അല്ലാത്തവരുടെ മുന്നിൽ സുജൂദ് ചെയ്ത ശിർക്കാണല്ലോ, ആണല്ലോ. എന്നാൽ അലവി പറയണ ശിർക്കല്ല, പേരോട് പറയണ ശിർക്കല്ല എന്ന് ഏത് സക്കാഫി പറഞ്ഞാലും ആ സക്കാഫി പേച്ചുപോയി. കേട്ടോളി. പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അള്ളാഹു താലാക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. അത് അഖീദയുടെ വീക്ഷണത്തിൽ അത് ശിർക്കാവുകയില്ല എന്ന് തന്നെയാണ് ഉസ്താദ് പറയുന്നത്. അവൻ കാഫിറാണെന്ന് ഹുക്മു ചെയ്യപ്പെടും. അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ ശിർക്കാവുകയില്ലെന്ന് ഏത് സഖാഫി പറഞ്ഞാലും ആ സഖാഫി വഴച്ചു നിൽക്കല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു എത്ര സഖാഫി, ഒരു സഖാഫി ഖാദിയാനിയായി. ഇത് കർമ്മശാസ്ത്ര വിഷയമല്ല, തൗഹീദിന്റെ വിഷയത്തിൽ അലവിയും അതുപോലെ തന്നെ പേരോടൊപ്പം ഒരേ ടീമിലാ. എന്നിട്ട് അടി ഇപ്പോഴും അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്ത ശിർക്കാടല്ലേ തീരുമാനമായിട്ടില്ല. അതൊന്ന് അവിടെ തീരുമാനാക്കിയിട്ട് വാ, എന്നിട്ട് നമ്മൾ അടുക്കളയ്ക്ക് നോക്കാം. വഹാബിനോട് അതാ പറയുള്ളത്. മാത്രമല്ല സഹോദരങ്ങളെ, ഈ പകരയുടെ ഈ തള്ളൽ കറാമത്തുകൾ ഉണ്ടല്ലോ, പേരോട് അതിനെങ്ങനെ എന്താ പറയാ, നമ്മളെ പോലെയുള്ള ആളുകൾ പിടിക്കുന്നു വിചാരിച്ച് ഇങ്ങനെ തട്ടി ഒഴിവാക്കുക. വഹാബ് എന്താ ചെയ്യണത്? ഈ അഹ്സനി ഉസ്താദിനെ, പകര ഉസ്താദിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രൊട്ടക്ട് ചെയ്യുക. ഇവിടെ വന്ന വഹാബേ കേട്ടോക്കി. ബഹുമാനപ്പെട്ട പകര ഉസ്താദ് മതത്തിന്റെ പേരിൽ മതവേദികളിൽ വെച്ചു പറഞ്ഞ ഓരോ അക്ഷരങ്ങൾക്കും അത് ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലത്തിലുള്ള മതവിശ്വാസങ്ങളാണ് എന്ന് സ്ഥാപിക്കാൻ പറ്റിയ, തറവാട്ടിൽ ജനിച്ച, ആർജവത്വമുള്ള, കുലമഹിമയുള്ള, തന്റേടമുള്ള, ആണത്തമുള്ള രീതിയിൽ അത് മുഴുവനും പകര ഉസ്താദിന് സ്ഥാപിക്കാൻ കഴിയും. അതുകൊണ്ട് തൽക്കാലം ഇതൊന്നും ജൽപ്പനമായി താങ്കൾ കൂട്ടേണ്ടതില്ല. കേട്ടല്ലോ. എന്താ നിങ്ങളെ എന്റെ ഉസ്താദ് പറയണെന്താ? പകര പറഞ്ഞത് നുണയാണ്, കള്ളത്തരമാണ്, മഹാന്മാരോടുള്ള അനാദരവാണ്. വഹാബ് പറഞ്ഞതോ ആണത്തമുള്ള, തന്റെ ഇടമുള്ള, അത് എപ്പോഴുള്ള ഡയലോഗാ, തെളിയിക്കാൻ റെഡിയാണ്. അത് പകര ഉസ്താദിന് കഴിയും. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയണത് മുജാഹിദുകൾ പല തട്ടിലാണ്. നിങ്ങളോ ഇങ്ങനെ പറയണമെങ്കിൽ എന്താ വേണ്ടത്? വഹാബ് പറയട്ടെ. ഇതിനൊന്നും അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. അതെ, ചെറിയ തൊലിക്കട്ടിയൊന്നും പോരാ, അപാരമായ തൊലിക്കട്ടി ഉണ്ടായാലേ ഇതൊക്കെ നടക്കുള്ളൂ എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്തരം പുത്തൻവാദങ്ങളിൽ നിന്ന്, പുത്തൻവാദികളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. ഇവിടെ വന്ന മുസ്ലിയാർ പറഞ്ഞത് എവിടെ മുജാഹിദുകൾ വന്നോ അവിടെ പ്രശ്നം ഉണ്ടാക്കണെന്നാ. നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറയണ എന്താ അറിയോ? സത്യത്തിൽ പ്രശ്നക്കാരാരാ? ഒരു മുസ്ലിയാർ പറയട്ടെ. മുമ്പൊരിക്കെ ഞാനൊരു സ്ഥലത്ത് വയലിന് പോയപ്പോ അവിടുത്തെ പ്രസിഡന്റിനോട് ചോദിച്ചു, പ്രസിഡന്റിനോട് ചോദിച്ചു, അല്ലെ ഈ നാട്ടിലെ ഹാലെന്താ, ഇവിടെ സംഘടനകളൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു. നമ്മളെ സംഘടനയുടെ ആളാകുമ്പോൾ പിന്നെ അങ്ങനെ ചോദിക്കുമല്ലോ. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, അവിടുത്തെ പ്രസിഡന്റിന്റെ നാടൻ കാക്കൻ, അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങളെ നാട്ടിൽ ഒരു സംഘടനയില്ല, ഒരു പ്രശ്നവും ഇല്ല, നല്ല സന്തോഷവും സമാധാനവുമാണ്. അതിന്റെ കാരണം എന്താണെന്ന് അറിയിച്ചു. എന്തേ ചോദിച്ചു, ഞങ്ങളെ നാട്ടിൽ പടച്ച റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് ഒറ്റ മൂല്യരും ഇല്ല. അല്ലാത്തൊരു ഭക്ഷണത്തറയിൽ പോയി. കാരണം ഒറ്റ മൂല്യരും ഈ നാട്ടിലില്ലാത്തതുകൊണ്ട് പടച്ച റബ്ബിന്റെ അനുഗ്രഹം കൊണ്ടൊരു പ്രശ്നം പടില്ല. അപ്പൊ ഞാൻ നിങ്ങളെന്താ അങ്ങനെ പറയണമെന്ന് വെച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഞങ്ങൾ അടുത്ത മഹലിൽ കുറച്ച് ഓതാൻ പോണ മൂല്യരുട്ടികളുണ്ട്, കുറച്ച് ഓതാൻ പോണ മൂല്യരുട്ടികളുണ്ട്. അറ്റിങ്ങൾ ഓതാൻ പോക്ക് തുടങ്ങിയതോടുകൂടെ ആ നാട് ഫസാദായി. ഇപ്പൊ മറുപടിയും കുറുപടിയും പ്രശ്നവും, മറുപടിയും പള്ളിയും മദ്രസയും പ്രശ്നങ്ങൾ, ആകെ പ്രശ്നമാണ്. ഒക്കെ കാരണം 2-3-4 ദിനേശ് വീടുകൾ അവിടെ ഉണ്ടായതാണ്. സത്യത്തിൽ ഈ ഒരു അവസ്ഥയിൽ അതിൽപ്പെട്ടൊരു ദിനേശ് വീടിയാണ് ഇവിടെ വന്നത്. മനസ്സിലായോ? പ്രശ്നം ഉണ്ടാക്കാനും ഫിതന ഉണ്ടാക്കാനും മുൻഗാമികളായ അമ്പിയാക്കന്മാർ പഠിപ്പിച്ച തൗഹീദിൽ നിന്ന് ഈ പാവപ്പെട്ട പാമര ജനങ്ങളെ അല്ലാഹു അല്ലാത്തവരിലേക്ക് കൊണ്ടുപോയി റബ്ബിനെല്ലാം കഴിയുമെന്നറിഞ്ഞിരിക്കെ, അവനെല്ലാം കേൾക്കുന്നവരും എന്നെന്നും ജീവിച്ചിരിക്കുന്നവരും എല്ലാറ്റിനും കഴിവുള്ളവനുമാണെന്നറിഞ്ഞിരിക്കെ, മൂസാ നബിയെ ചെങ്കടൽ കടത്തി രക്ഷപ്പെടുത്തിയ, ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ, നൂഹ് നബിയെ കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തിയ, ഹബീബായ പ്രവാചകനും സൈന്യങ്ങൾക്കും വിജയം നൽകിയ, ലോകത്താകമാനം ഈ അത്ഭുത പ്രപഞ്ചത്തെ സംവിധാനിച്ച ആ റബ്ബാണ് പറഞ്ഞത്, നിന്റെ സങ്കടങ്ങളും നിന്റെ സന്താപങ്ങളും നിന്റെ വിഷമങ്ങളും നിന്റെ ആകുലതകളും നീ എന്നോട് തേടിക്കോ, ഞാൻ അതിന് തരാൻ കഴിവുള്ളവനാണെന്ന് പറയുമ്പോ മരിച്ച് മൺമറഞ്ഞു പോയി അസ്ഥിപഞ്ജനങ്ങളിൽ നിന്ന് രക്തവും നീരും മണ്ണൂറ്റി കുടിച്ചതിന് ശേഷവും അവരോട് വിളിച്ചു തേടി പരലോകം നഷ്ടപ്പെടുത്തുന്ന സുള്ളിയിലുള്ള ചിന്തിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, എന്നല്ലെങ്കിൽ നാളെ നിനക്കൊരു അറ്റാക്ക് വന്നാൽ, ഒരു ഞരമ്പ് ബ്ലോക്ക് ആയാൽ, ഒരു ആക്സിഡന്റ് ആയാൽ, 3 കഷ്ടം തുണിയിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിൽ നിനക്ക് വേണ്ടി കുഴിച്ചു വെച്ച ചാലിലേക്ക് ചെന്ന് കിടക്കുമ്പോ, അവിടെ ചെന്ന് കഴിയുമ്പോ പിന്നെ തിരിച്ചു വരാനൊരു സമയമില്ല.
അതുകൊണ്ട് ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാരോടൊക്കെ നിങ്ങൾ ചോദിക്കേണ്ടത് എന്താണ്? ഇസ്തിഹാസ പോലെ ഉള്ളത് ചെയ്യൽ നിർബന്ധമാണോ ഉസ്താദേ? അല്ല. സുന്നത്താണോ ഉസ്താദേ? അല്ല. പിന്നെന്താ? ഒരു ജായിസാണ്. ഒരു കട്ടൻ ചായ കുടിക്കണ പോലത്തെ സംഗതിയുള്ളൂ. ഈ സാധനത്തിന്റെ പേരിലാണോ നിങ്ങള് പരലോകത്ത് ആ തട്ടിലിട്ടിട്ട് അളന്ന് നഷ്ടപ്പെടുത്തുന്നത്? അതുകൊണ്ട് മരണത്തെ ഓർത്ത് സത്യത്തിലേക്ക് കടന്നു വന്ന് ഇവിടെ പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്ന് പറയാൻ ഞങ്ങൾ ആളുകളല്ല. പഠിക്കുക, പ്രമാണങ്ങളിലേക്ക് തിരിച്ചു വരിക. പ്രവാചകൻ പഠിപ്പിച്ച അന്നഹാദാ സിറാത്തി മുസ്തഖീമ എന്ന് പറഞ്ഞ വഴിയിലേക്ക് വരിക. എന്തിനു വേണ്ടി? ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ എന്ന് പറഞ്ഞ സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരത്തിൽ അധികപ്പറ്റായി വല്ലതും കടന്നുപോയിട്ടുണ്ട് എങ്കിൽ സുല്ലയിലുള്ള നാട്ടുകാർ എന്നോട് ക്ഷമിക്കണേ. അത് ഈമാനിന്റെ ആവേശം കൊണ്ട് പറഞ്ഞതാണ് എന്ന് മാത്രം ഉണർത്തി എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಪುರಾವೆ ಸಹಿತವಾಗಿ ಕಾರ್ಯಕ್ರಮವನ್ನು ನಡೆಸಿಕೊಟ್ಟಂತಹ ಮುನೀರ್ ಶರಫಿ ಅವರಿಗೆ ಧನ್ಯವಾದಗಳು. ಜಜಾಕಲ್ಲಾಹು ಖೈರ. ಇನ್ಶಾಅಲ್ಲಾ ಇನ್ನು ಮುಂದಕ್ಕೆ ಕಾರ್ಯಕ್ರಮವನ್ನು ನಡೆಸಿಕೊಡಲು ಮೌಲವಿ ಶಿಹಾಬ್ ಎಡಕರ ಇವರನ್ನ ಮೈಕ್ ಪಾಯಿಂಟ್ಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೆ. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله ഇത്തഖുല്ലാഹ ഹൈതുമാ കുൻതും. ആദരണീയനായ മുനീർ ഷറഫി, സ്റ്റേജിലെ സുള്ളിയയിലെ ഇതിൻ്റെ ആദർശ പ്രബോധനത്തിൻ്റെ സംഘാടകരുടെ കൂട്ടത്തിലെ കാരണവന്മാരെ,